അന്യപുരുഷന്മാരെ വശീകരിക്കുന്ന രീതിയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്ട്രൈറ്റ് ചെയ്ത മുടികൾ, നമ്മുടെ സ്പൂത്തനിങ് നടത്തിയ മുടികള്, അയൺ ചെയ്ത മുടികള്, തല നമ്മുടെ ഷാള് കൊണ്ട് മറക്കാതെ, ഹിജാബ് കൊണ്ട് മറക്കാതെ അതിങ്ങനെ പുറത്തിട്ട് നടക്കുന്ന പെൺകുട്ടികളെ നിങ്ങൾക്ക് കാണാമല്ലോ. അവർ ചിന്തിക്കുന്നത് 10,000 കൊടുത്ത് സ്മൂത്തനിങ് നടത്തിയിട്ട്, 10,000 കൊടുത്തിട്ട് അയണിങ് നടത്തിയിട്ട്, ഇതാരും കാണാതെ ഹിജാബിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടെന്താ, അങ്ങനെ ചിന്തിക്കാണ് ചില ആളുകൾ. മര്യാദക്ക് തലയിൽ തട്ടക്കെട്ട് നടന്നിരുന്ന പെൺകുട്ടികള് മുടി സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുടിയുടെ കൊടി പുറത്താ. കുറച്ച് മുടികൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് പുറത്താണ്. കാരണം എന്തേ? 10,000 ചെലവഴിച്ചിട്ട് ഇത് ഉള്ളകിട്ട് നടന്നിട്ട് എന്താ, ഇതാരെങ്കിലും കാണണ്ടേ? ഇത് തന്നെയല്ലേ വശീകരിക്കാന്ന് പറഞ്ഞാൽ? ഇത് തന്നെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വശീകരണം എന്ന് പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ ഒന്നും കൂടി ആവർത്തിച്ചു പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ, നിങ്ങളുടെ വീട്ടുകാരുടെ മുന്നിൽ നിങ്ങൾ എത്ര സൗന്ദര്യത്തോടെ അണിഞ്ഞൊരുങ്ങുന്നതിനോട് പരിശുദ്ധ ഇസ്ലാം ഒരിക്കലും വിരോധം കാണിച്ചിട്ടില്ല, ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. ഇനി ഏത് രീതിയിലുള്ള സൗന്ദര്യ പ്രകടനമാണെങ്കിലും അന്യപുരുഷന്മാരെ വശീകരിക്കാൻ വേണ്ടി ആവരുത്. അങ്ങനെ ഒരു നിയ്യത്തുണ്ടായാൽ അത് ഫിത്ന തന്നെയാണ്, അത് അപകടം തന്നെയാണ്. ഇനി ചെറുപ്പക്കാരായാലും ശരി,